ഉത്തരയുടെ ഗർഭത്തിലുണ്ടായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ വന്നിട്ട് അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചതും ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതിനുശേഷം അദ്ദേഹം കുറെ നാളുകളായിട്ട് എവിടെ ആയിരുന്നു? യുധിഷ്ഠിര മഹാരാജാവിന്റെ അഭ്യർത്ഥന പ്രമാണിച്ച് അല്ലെങ്കിൽ മാനിച്ച് അദ്ദേഹം ഹസ്തിനപുരത്തിലായിരുന്നു വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് സ്വന്തം സ്ഥലമായ ദ്വാരകയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യമായ ദ്വാരകയിലേക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ അദ്ദേഹം രഥത്തിലേറി എവിടേക്ക് പോവുകയാണ്? ദ്വാരകയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ യാത്രയാക്കാൻ വേണ്ടി, ഭഗവാനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അർജുനനും സാത്യകിയും, സാത്യകി വലിക്കുന്ന രഥത്തിൽ അർജുനനും മറ്റ് പാണ്ഡവരും വന്നിട്ട് അദ്ദേഹത്തെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോ അദ്ദേഹം പോകുന്ന സമയത്ത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത്ര നാളും സ്വന്തം കൺമുന്നിൽ വന്നിട്ട് അവരോടൊപ്പം സംസാരിച്ചും മറ്റ് ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടും അവിടെ ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ വസുദേവ പുത്രനായ വാസുദേവൻ എന്ന് പറയുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് സാധാരണ ആളല്ല, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എന്ന് മനസ്സിലായ ഹസ്തിനപുരവാസികൾ ഭഗവാനെ സ്വന്തം കൺമുന്നിൽ നിന്ന് അപ്രകടമായിട്ടുള്ള അവസ്ഥയിലേക്ക്, അതായത് തിരികെ ദ്വാരകയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ ഇത്ര നാളും അദ്ദേഹം തങ്ങളോട് ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള സ്നേഹപ്രകടനങ്ങളും വിനിമയങ്ങളും ഒക്കെ ഓർത്ത് അവരൊരു വിരഹത്തിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മള് കഴിഞ്ഞ തവണ കണ്ടു, ഹസ്തിനപുരത്തിലെ എല്ലാ ആൾക്കാർക്കും ഭഗവാനെ മുന്നിൽ വന്ന് വന്ദിക്കുവാനും പ്രണമിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് സ്ത്രീ ജനങ്ങൾ വന്നിട്ട് പബ്ലിക്കലി ആരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയില്ല. അവര് വന്നിട്ട് ആ മട്ടുപ്പാവില്, അതായത് പാലസിന്റെ മട്ടുപ്പാവില് കയറി നിന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ യാത്രയാകുന്നത് നോക്കുകയാണ്. വെറുതെ നോക്കി നിൽക്കുക മാത്രമല്ല, പുഷ്പങ്ങൾ വർഷിക്കുന്നതോടൊപ്പം ഇത്ര നാളും അദ്ദേഹം വന്നിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലീലകളെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് രണ്ട് ഭക്തന്മാർ തമ്മിൽ അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നത് പ്രജൽപ്പമല്ല, ഭഗവാനെ കുറിച്ചുള്ള സംസാരമാണ് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് അവര് പറയുന്നത്? അദ്ദേഹത്തിന്റെ ഗ്ലോറീസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, എവിടെയാണോ ഭക്തന്മാർ പരസ്പരം വന്നിട്ട് ഭഗവാനെ കീർത്തിക്കുന്നത്, ആ ഒരു കീർത്തി അല്ലെങ്കിൽ ആ ഒരു ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേദമന്ത്രങ്ങളിലെ അല്ലെങ്കിൽ ശ്രുതി അല്ലെങ്കിൽ സ്മൃതി ഇങ്ങനെ പറയുന്ന വേദങ്ങളിലെ പല വിഭാഗങ്ങളും ഭഗവാനെ ഭയങ്കര എന്താണ് ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ വെച്ച് ഗ്ലോറിഫൈ ചെയ്യും. ആ ശ്ലോകങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കാനോ ഒന്നും സാധിക്കുകയില്ല. അത്ര സ്കോളർലി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിചക്ഷണന്മാരായിട്ടുള്ള ആൾക്കാരാണ് ആരെ പുകഴ്ത്തുന്നത്? ഭഗവാനെ പുകഴ്ത്തുന്നത്. പക്ഷേ അങ്ങനെയുള്ള ശ്ലോകങ്ങളെക്കാൾ ഭഗവാന്റെ ചെവിക്ക് അല്ലെങ്കിൽ കാതിന് അല്ലെങ്കിൽ ഹൃദയത്തിന് എന്താണ് ഇമ്പമാകുന്നത്? തന്നെ കുറിച്ച് സ്നേഹത്തോടുകൂടി ഭക്തന്മാർ സംസാരിക്കുന്നതാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അങ്ങനെ ആ സ്ത്രീ ജനങ്ങൾ സംസാരിക്കുന്നതിൽ ആയിരുന്നു നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൽ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ എത്രാമത്തെ ശ്ലോകമാണ്? 26ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പ്രാർത്ഥന ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ 26ാമത്തെ ശ്ലോകം ഒന്ന് കേൾക്കാം. അഹോ അലം
ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം മഥോർവനം യദേശ പുംസാം ഋഷഭാശ്രിയാപതി സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി അഹോ അലം ശ്ലാഘ്യതമം യദോകുലം അഹോ അലം പുണ്യതമം വധൂർവനം യദേശ പുംസാം ഋഷഭാശ്രിയാപതി സ്വജന്മനാ ചംക്രമണേന ചാഞ്ചതി. എന്താണ് ആ സ്ത്രീകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അഹോ, അഹോ എന്ന് പറഞ്ഞ എക്സ്ക്ലമേഷൻ ചെയ്യുന്ന എന്താണ് എന്താണ് വളരെ അധികം അത്ഭുതമുളവാക്കുന്ന കാര്യമാണ് എന്നാണ് അഹോ അഹോ എന്ന് പറയുന്നത്. അലം ശ്ലാഘ്യതമം യദോകുലം. ഈ യദുകുലം എന്ന് പറഞ്ഞാൽ വളരെയധികം കീർത്തിമത്തായ കുലമാണ്. കാരണം എന്താണ് എന്ന് പിന്നെ പറയും. അഹോ അലം പുണ്യതമം മഥോർവനം. അതും മധുവനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അതും വളരെയധികം പുണ്യതമമാണ്. മധുവനം എന്ന് പറഞ്ഞാൽ എന്താണ്? മഥുര. മഥുരയുടെ വേറൊരു പേരാണ് മധുവനം എന്ന് പറയുന്നത്. അപ്പോ പുണ്യതമം എന്ന് പറഞ്ഞാൽ വളരെയധികം പുണ്യമായിട്ടുള്ള സ്ഥലമാണ്. ഏതൊക്കെ? യദുകുലവും മധുവനവും. അത് ഈ മധുവനം എന്ന് പറയുന്നത് മഥുരയും. കാരണം എന്താണ്? യദ്, എന്തുകൊണ്ടാണ്? ബിക്കോസ്, അല്ലെങ്കിൽ കാരണം. ഏഷ പുംസാം ഋഷഭ ശ്രിയാപതി. എന്താണ്? പുംസാം ഋഷഭ. എന്താണ് ഈ പുംസാം എന്ന് പറഞ്ഞാൽ? എല്ലാ പുരുഷന്മാരുടെയും. പുംസ എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഇവിടെ ശീല പ്രഭുപാദ അവർക്ക് എല്ലാ ജീവജാലങ്ങളുടെയും എന്നാണ് ഇവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ പുംസാം എന്ന് പറഞ്ഞാൽ സർവ്വജീവാത്മാക്കളുടെയും. ഋഷഭ, ഋഷഭ എന്ന് പറഞ്ഞാൽ അധികാരി എന്നാണ് അർത്ഥം. ആരാണ് അധികാരി സർവ്വജീവജാലങ്ങളുടെയും? ശ്രീയാപതി. നമുക്കറിയാം ആരാണ് ശ്രീ? ഐശ്വര്യദേവത. ഐശ്വര്യദേവതയുടെ പതി ആരാണ്? ശ്രീയാപതി എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ, അല്ലെ? ശ്രീകൃഷ്ണ ഭഗവാനാണ്. സോ ഐശ്വര്യദേവതയുടെ പതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഈ യദുകുലവും മധുവനവും അല്ലെങ്കിൽ മഥുരയും വന്നിട്ട് ശ്ലാഘനീയമായിരിക്കുന്നത്, പുണ്യതമമായിരിക്കുന്നത്? സ്വജന്മന ചംക്രമണേന ചാഞ്ചതി. അതായത് അവിടെ സ്വന്തം ജന്മമെടുത്തത് കൊണ്ട് യദുകുലവും മഥുരയും വന്നിട്ട് വളരെയധികം ശ്ലാഘനീയവും പുണ്യതമവുമാണ്. ആരാണ് പറയുന്നത്? മഥുരയിലെ ഹസ്തിനപുരത്തിലെ ജനങ്ങൾ. ഭഗവാൻ മഥുരയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ദ്വാരകയിലേക്ക് മഥുരയല്ല, ദ്വാരകയിലേക്ക് പോവുകയാണ്. പക്ഷേ അദ്ദേഹം ജന്മമെടുത്തത് വസുദേവരുടെയും ദേവകി മാതാവിന്റെയും മകനായിട്ട് എവിടെയാണ് ജന്മമെടുത്തത്? മഥുരയിലാണ് ജന്മമെടുത്തത്. അതുകൊണ്ട് തന്നെ യദുകുലത്തിലാണ് ജന്മമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ യദുകുലം എന്ന് പറയുന്നതും പിന്നെ മഥുരയും അത്രത്തോളം ശ്ലാഘനീയവും പുണ്യതമവുമാണ്. നമുക്ക് നോക്കാം ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ നമ്മൾ വന്നിട്ട് ഒരു കുലത്തിൽ ജനിക്കുക, അല്ലെങ്കിൽ ഒരു അച്ഛന്റെ അമ്മയുടെയും മകനോ മകളോ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ്, അല്ലെ? ഇപ്പൊ ഞാൻ ഈ ജന്മത്തില് ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിക്കണം എന്നുള്ളത് പ്രീവിയസ് ലൈഫിൽ, അതായത് എൻ്റെ കഴിഞ്ഞ ജന്മത്തില് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചിന്തയുടെയും പിന്നെ ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെയും പിന്നെ ആഗ്രഹങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് എനിക്ക് ഈ ശരീരം കിട്ടണം എന്നുള്ളത് എന്തായിരുന്നു? കർമ്മണ ദൈവനേത്രേണ, അല്ലെ? എന്താണ് പറയണത്? കർമ്മണ, എന്റെ കർമ്മങ്ങൾ കൊണ്ട്, ദൈവനേത്രേണ. ആരാണ് അത്? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയെന്നും പറയാൻ പറ്റില്ല, ഭഗവാന്റെ അനുമതിക്കനുസരിച്ച് എനിക്ക് കിട്ടണതാണ്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ചിന്തകൾ, എന്റെ പ്രവൃത്തികൾ, അതിന്റെ എല്ലാം വന്നിട്ട് ആകത്തുകയാണ് അടുത്ത ജന്മം എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത്. ഏത്
അമ്മയുടെയും അച്ഛന്റെയും മകളായിട്ട് ജനിക്കണമെന്നും ഏതൊക്കെ കുടുംബാംഗങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്നും ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കണമെന്നും എത്ര സൗന്ദര്യം, എത്ര വിദ്യാഭ്യാസം, എത്ര പിന്നെ സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മളുടെ കർമ്മത്തിനനുസരിച്ചാണ് ഞാൻ എന്ന ജീവാത്മാവിന് ലഭിക്കുന്നത്. ഓക്കെ, ഇനി ആ ജീവാത്മാവ് കർമ്മണ ദൈവനേത്രേണ ജന്തോർ ദേഹ അഭിപത്യത്തെ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. അതാ എന്താണ്, ഭാഗവതത്തിലെ തന്നെ ശ്ലോകം, കർമ്മണ ദൈവനേത്രേണ. അപ്പോ പക്ഷേ ഇവിടെ നോക്കൂ, യദുകുലത്തില് ഭഗവാൻ ജനിക്കുന്നു, വസുദേവരുടെയും ദേവകിയുടെയും മകനായി ഭഗവാൻ അവതരിക്കുന്നു, യശോദ മാതാവിനെ നന്ദഗോപരുടെയും പുത്രനായി ഗോകുലത്തിൽ വളരുന്നു, 12 വയസ്സ് കഴിയുമ്പോഴേക്കും മധുരയിലേക്ക് പോകുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മുജന്മത്തിലെ, അതായത് ആഗ്രഹങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ ഇതനുസരിച്ച് ദൈവനേത്രേണ ഉണ്ടാകുന്ന കാര്യമാണോ? അല്ല. കാരണം എന്താണ്? അഭിജ്ഞ സ്വരാട് എന്ന് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തില് ജന്മാദിയസ്യ യതഃ അന്വയ ഇതരത ചാസ്ഥേഷു അഭിജ്ഞ സ്വരാട്. ഈ സ്വരാട് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവസ്വതന്ത്രൻ എന്നാണ്. അതായത് ഭഗവാന്റെ ജന്മം, കർമ്മം ഇതെല്ലാം വന്നിട്ട് ദിവ്യമാണ്. അത് അദ്ദേഹത്തിന്റെ സ്വേച്ഛയ്ക്കനുസരിച്ച് നടക്കുന്നതാണ്. അദ്ദേഹത്തിനെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി അവതരിക്കണമെന്ന് ഭഗവാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. നമ്മളെ പോലെ ഭഗവാൻ അവിടെ അവതരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്നതല്ല എന്ന് സാരം. ഓക്കെ, അതുകൊണ്ട് ഭഗവാൻ തിരഞ്ഞെടുക്കുന്ന കുലം എന്ന് പറയുന്നത് ശ്ലാഘനീയമാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഗൃഹവും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വാസസ്ഥലവും അദ്ദേഹം ചലിക്കുന്ന ആ ഒരു ഭൂമിയുടെ പ്രതലവും എല്ലാം വന്നിട്ട് പുണ്യതമവും ശ്ലാഘനീയവുമാണ്. നമ്മുടേത് പുണ്യതമം ശ്ലാഘനീയം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്താണ്? ബൗണ്ടഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിതരാണ് ഇവിടെയൊക്കെ ജീവിക്കാനും ജനിക്കാനും ഇന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നിർബന്ധിതരാണ്. ഇനി നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അടുത്ത ജന്മത്തിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് അവര് പറയുന്നത്? ഈ യദുകുലവും മധുരയും ഒക്കെ ശ്ലാഘനീയവും പുണ്യതമവും ആകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീപതിയായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അവിടെ വിരാജിച്ചിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ചലിച്ചിരുന്നത് കൊണ്ടാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ദ്വാരകയില ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ പറയും. പ്രഭുപാദ് ഇതിന്റെ പർപ്പട്ടിനകത്ത് ഈ ഒരു കാര്യമാണ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭഗവാൻ വന്നിട്ട് നമ്മളെ പോലെ നിർബന്ധിതനായിട്ടല്ല എവിടെയും അവതരിക്കുന്നത്. അദ്ദേഹത്തിന് യദുകുലം തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിന് വസുദേവരെയും ദേവകി മാതാവിനെയും തന്റെ മാതാപിതാക്കളായി തിരഞ്ഞെടുക്കാനും വൃന്ദാവനത്തിന് തന്റെ വാസസ്ഥലമാക്കി നന്ദഗോപുരെയും യശോദ മാതാവിനെയും തന്റെ ഫോസ്റ്റർ പാരന്റ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാനും ഒക്കെ സർവസ്വതന്ത്രനായതുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം കണ്ടീഷൻഡ് അല്ല നമ്മളെ പോലെ എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ലിബറേഷൻ എന്ന് പറയുന്നത് വളരെയധികം എളുപ്പത്തിൽ ലഭിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. എന്താണ്? എന്റെ ജന്മവും കർമ്മവും എന്ന് പറയുന്നത് എന്താണ്? ദിവ്യമാണ്. ആരാണോ അതേപോലെ മനസ്സിലാക്കുന്നത്, എന്റെ ജന്മത്തെയും കർമ്മങ്ങളെയും കുറിച്ച് ആരാണോ അത് ദിവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തിയുത ഭഗവത് സേവനം അനുഷ്ഠിക്കുന്നത്, നൈതി പുനർജന്മ നൈതി, അയാൾക്ക് വീണ്ടും പുനർജന്മം എടുക്കേണ്ടി വരൂല. കാരണം അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കും. എവിടെ മോക്ഷം ലഭിക്കും? ഈ ലിബറേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? മാമേത്തി, എന്റെ അടുക്കൽ വരുമെന്നാണ്. വൈകുണ്ഠ ഗ്രഹങ്ങളിലോ ഗോലോക വൃന്ദാവനത്തിലോ ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഈ പ്രകാരം ലീലകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് സ്വരൂപത്തില് അദ്ദേഹത്തെ സേവിക്കാനുള്ള, ഭഗവാനെ സേവിക്കാനുള്ള ആ ഒരു പിന്നെ ഫോർച്യൂൺ അല്ലെങ്കിൽ ഭാഗ്യം കൈവരും എന്നാണ് പ്രഭുപാദ് ഈ പർപ്പട്ടിനകത്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു പർപ്പട്ടിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, യദുകുലവും മധുവനവും അല്ലെങ്കിൽ മധുരയും
വന്നിട്ട് ശ്ലാഘനീയമായിരിക്കുന്നത് ഭഗവാൻ അവതരിച്ചത് കൊണ്ടാണ്. ഭഗവാൻ അവതരിക്കുന്നത് നമ്മളെ പോലെ അല്ല, ജനിക്കുന്നതല്ല. നമ്മള് വന്നിട്ട് കർമ്മത്താൽ കർമ്മണ ദൈവനേത്രേണ ആണ് വരുന്നത്. പക്ഷെ ഭഗവാൻ വന്നിട്ട് എങ്ങനെയാണ് വരുന്നത്? സ്വേച്ഛയാലാണ് വരുന്നത്. ആ ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. അല്ലെ? ഓക്കെ, അടുത്ത ശ്ലോകം 27. അഹോ ബത സ്വർയശസസ്തിരസ്കരി കുശസ്ഥലി പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാ. അഹോ ബത സ്വർയശസ്തിരസ്കരി കുശസ്ഥലി പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേസിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാ. ഇനി അവർ ഒരു പടി കൂടി അപ്പുറത്തേക്ക് പോയിട്ട് ഭഗവാൻ ഇപ്പൊ എവിടേക്കാണ് പോകുന്നത്? ദ്വാരകയിലേക്കാണ് പോകുന്നത്. കുശസ്ഥലി എന്ന് പറയുന്നത് കുശപ്പുള്ളുകളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പൊ കുശസ്ഥലി എന്നതിന്റെ ആ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ്വാരക എന്നാണ് അർത്ഥം അല്ലെ? ഇപ്പൊ മധുരയെ കുറിച്ചും യദുകുലത്തെ കുറിച്ചും പറഞ്ഞിട്ട് അവരെന്ത് പറയുകയാണ്? അഹോ, പിന്നെയും എക്സ്ക്ലമേഷൻ ആണ്, അല്ലെങ്കിൽ എന്തൊരു ആശ്ചര്യകരമാണ്. ബത്ത എന്താണ്? സ്വർ യശസ് തിരസ്കരി. സ്വർ എന്ന് പറഞ്ഞാൽ അതിന്റെ പദാർത്ഥം തന്നെ സ്വർലോകം. യശസ് എന്ന് പറഞ്ഞ കീർത്തി. അപ്പൊ സ്വർ യശസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കീർത്തി. തിരസ്കരി എന്ന് പറഞ്ഞാൽ അതിനെ തിരസ്കരിക്കുന്നത്. അതായത് സ്വർഗത്തിന്റെ കീർത്തി എത്രയാണോ, എല്ലാവരും വന്നിട്ട് സ്വർഗീയ സുഖങ്ങൾ വന്നിട്ട് കാംക്ഷിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലൊക്കെ മരിക്കാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാർ എന്താണ് കാംക്ഷിക്കുന്നത്? സ്വർഗത്തെയാണ് കാംക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എന്താണ് സമകാലത്തിലും കൂടി സ്വർഗത്തിനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ സ്വർഗത്തിലുള്ള സുഖങ്ങൾ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഗ്ലോറിഫൈഡ് ആണ് എല്ലാ പ്രമാണങ്ങളിലും, എല്ലാ മതങ്ങളിലും, എല്ലാ പ്രമാണങ്ങളിലും. പക്ഷേ ഇവിടെ പറയുകയാണ് ആ കുശസ്ഥലി എന്ന് പറയുന്ന ഭഗവാന്റെ രാജ്യം, അതായത് ദ്വാരക എന്ന് പറയുന്നത് സ്വർ യശസ് തിരസ്കരി, ആ സ്വർഗത്തിലെ യശസ്സിനെ പോലും തിരസ്കരിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു. പുണ്യയശസ്കരി, അതായത് അത് വളരെയധികം പുണ്യമായിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള യശസ്സും പുണ്യവും. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാവനമായിട്ടുള്ള. യശസ് എന്ന് പറഞ്ഞാൽ കീർത്തിമത്തായിട്ടുള്ള, ഈ ഭൂലോകത്തിലെ ഏറ്റവും കീർത്തിമത്തായിട്ടുള്ള ഭുവ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, ഭൂലോകത്തിലെ ഏറ്റവും കീർത്തിമത്തായിട്ടുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. ഏത് സ്ഥലം? കുശസ്ഥലി. കുശസ്ഥലി എന്ന് പറഞ്ഞാൽ ദ്വാരക. എന്തുകൊണ്ട്? പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം. അവിടെയുള്ള ആൾക്കാരുടെ ഭാഗ്യം എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ പശ്യന്തി നിത്യം, അവിടെ എല്ലാ ദിവസവും അനുഗ്രഹ ആശിസ്സുകൾ നൽകാനായി ഇരിക്കുന്ന ഭഗവാനെ പശ്യന്തി, കണ്ണുകൊണ്ട് അവർ ദർശിക്കുന്നു. നിത്യം, എല്ലാ ദിവസവും. എന്നാൽ ദ്വാരകയിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഫോർച്യൂൺ എന്താണ്? അവരുടെ അധികാരി എന്ന് പറയുന്നത് ആരാണ്? അത് സാധാരണ പോലെ അല്ല, സ്മിതാവലോകം. എന്താണ് സ്മിതാവലോകം എന്ന് പറഞ്ഞാൽ? പുഞ്ചിരിച്ചുകൊണ്ട്, മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട്, സ്വപതിം സ്മ യത് പ്രജ. ആ സ്വപതി എന്ന് പറഞ്ഞാൽ ജീവസത്തയുടെ ആത്മാവാണ്, അതായത് പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാൻ. പതിവായിട്ട് അവിടെ പ്രജയെ പരിപാലിച്ചുകൊണ്ട് ആരാണ് അനുഗ്രഹാശിസുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് അവരുടെ കീർത്തി, അതായത് ഈ കുശസ്ഥലയുടെ കീർത്തി എന്ന് പറയുന്നത് പറയാനുണ്ടോ എന്നാണ് പറയുന്നത്. ഓക്കെ, അൺഡൗട്ടബ്ലി ഇറ്റ് ഈസ് വണ്ടർഫുൾ. ദ്വാരക സ്വർഗലോകങ്ങളുടെ യശസ്സിനെ പിന്തള്ളുകയും അപ്രകാരം ഭൂമിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്ത് നിസ്സംശയം അതിശയകരമാകുന്നു. ദ്വാരകയിലെ നിവാസികൾ എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവിനെ, അതായത് പരമാത്മാവിനെ പ്രേമയുദ്ധഭാവത്തോടെ സദാ ദർശിക്കുന്നു. അദ്ദേഹം അവരെ കടാക്ഷിക്കുകയും വശ്യമനോഹരമായ മന്ദസ്മിതം തൂകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇവിടെ പർപ്പട്ടില് ശീല പ്രഭുപാദ് പറയുന്നത്,
നമ്മള് ഈ എന്താണ് സ്വർ യശസ് തിരസ്കരി എന്ന് പറഞ്ഞ ആ ഒരു പദത്തെ കുറിച്ചാണ് ശീല പ്രഭുപാദ് പറയുന്നത്. സാധാരണ ആൾക്കാര് ഭൂമിയിൽ വസിക്കുന്ന സാധാരണക്കാര് സ്വർഗലോകങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരിചയമുള്ളതാണല്ലേ, എല്ലാവരും സംസാരിക്കുന്നതും അവരുടെ പോസ്റ്റ് ലൈഫ്, അതായത് ജീവന് ശേഷം ആ, ശരിക്കും വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാര് അവരുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ ആയി കാണുന്നത്, സാധാരണ കാണുന്നത് എന്താണ്? സ്വർഗലോകങ്ങളെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഭൂമിക്ക് അപ്പുറത്ത് ഈ എന്തെങ്കിലും തരത്തിലുള്ള ജീവനോ മറ്റ് ഗ്രഹങ്ങളിൽ എന്തെങ്കിലും ജീവനുണ്ടോ എന്നൊക്കെ പരീക്ഷിച്ച് കണ്ടുപിടിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ബഹിരാകാശ പേടകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചന്ദ്രനിൽ പോവുക, ചൊവ്വയിൽ പോവുക, പിന്നെ അങ്ങനെ ബാക്കിയുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ചാന്ദ്രയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം എന്താണ്, ഇൻക്വിസിറ്റീവ്നെസ് ആണ് മനുഷ്യർക്ക്. ഇനിയും ഇവിടെ അല്ലാതെ ഇനി വേറെ എവിടെയെങ്കിലും. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം മറ്റുള്ള മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ശരി, നമ്മുടെ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ശരി, സ്വർഗലോകത്തെക്കുറിച്ചും ഉപരി ലോകങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നത് സത്യമാണ്. അപ്പോ പക്ഷേ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയാലും എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ പുണ്യങ്ങൾ കൊണ്ട് പ്രാപ്തരായി എന്ന് വെച്ചോളൂ, ക്ഷീണെ പുണ്യ മർത്യലോകം വിശന്തി. എന്താണ് സംഭവിക്കുക? ക്ഷീണെ പുണ്യ മർത്യലോകം വിശന്തി, തിരിച്ച് വരേണ്ടി വരും എന്ന്. ക്ഷീണെ പുണ്യെ, അതായത് നമ്മുടെ പുണ്യം തീർന്നു കഴിയുമ്പോൾ നമ്മളിപ്പോ ബാങ്ക് ബാലൻസ് വെക്കുന്നു. ഞാനൊരു 3 ലക്ഷം രൂപ ബാങ്കിലിട്ടു, എന്നിട്ട് ഞാൻ എവിടെ പോണു? സ്വിറ്റ്സർലൻഡിൽ 5 ലക്ഷം രൂപ സ്വിറ്റ്സർലൻഡിൽ പോണു. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഈ 5 ലക്ഷം രൂപയും കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വിസ എടുത്തു, അവിടെ പോയി അതെല്ലാം കണ്ടിട്ട് എന്റെ പൈസ തീർന്നു കഴിയുമ്പോൾ എനിക്ക് സ്വിറ്റ്സർലൻഡിൽ നിൽക്കാൻ പറ്റൂല. കാരണം ഞാൻ അവിടുത്തെ സിറ്റിസൺ അല്ല. അവിടുന്ന് എനിക്ക് തിരിച്ച് എവിടെ വരേണ്ടി വരും? ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. വീണ്ടും കാശുണ്ടാക്കിയാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുകയാണ്? കർമ്മക്ഷേത്രം എന്നറിയപ്പെടുന്ന ഭൂമിയിൽ ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് പുണ്യകർമ്മവും പാപകർമ്മവും. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? ഉപരിലോകങ്ങളിലേക്ക് പോകുന്നു. എന്താണ് അതിന്റെ ബെനഫിറ്റ്? അതാണ്. അവിടെ എന്താണ്? ഇവിടെ ഉള്ളതിനേക്കാൾ സ്വർഗീയമായിട്ടുള്ള, അല്ലെങ്കിൽ സോറി എന്താണ്, കൂടിയ ഉപരി ആയിട്ടുള്ള ഇന്ദ്രിയാസ്വാദനം പോസിബിൾ ആണ്, അല്ലെങ്കിൽ സാധ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുകയാണ്? ആ ഇന്ദ്രിയാസ്വാദനം ചെയ്ത് നമുക്ക് എന്നേക്കും നിലനിൽക്കാൻ പറ്റുകയില്ല. കാരണം പുണ്യം എക്സ്പയർ ആയിക്കൊണ്ടേയിരിക്കും. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈ 14 പ്ലാനറ്ററി സിസ്റ്റത്തിൽ നിങ്ങൾ മേലേക്ക് എവിടെ പോയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഞാനല്ല പറയുന്നത്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, മർത്യലോകത്തിലേക്ക് വരും. ഇനി നിങ്ങൾ ആലോചിക്കൂ, അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നാലോ? അതും പ്രശ്നമാണ്. അവിടെ വെറുതെ പോയി ഇരിക്കാൻ പറ്റൂല. യത് അരവിന്ദാക്ഷ വിമുക്തമാനിനസ് ഏ അന്യേ അരവിന്ദാക്ഷ വിമുക്തമാനിനസ് ത്വയി അഷ്ടഭാവാത് അവിശുദ്ധ ബുദ്ധയ. പിന്നെ എന്താണ് പറയുന്നത്? പരംപദം, അതിന്റെ ഒരു ഇടയ്ക്കുള്ള ഒരു വാക്ക് ഞാൻ മറന്നുപോയി. ത്വയി അഷ്ടഭാവാത് അവിശുദ്ധ ബുദ്ധയ പരംപദം. എന്താണ്? ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. ബ്രഹ്മത്തിൽ പോയാൽ പോലും തിരികെ വരേണ്ടി വരും. കാരണം അവിടെ സേവനത്തിന് വേണ്ടി അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർക്ക് ബോറടിച്ച് തിരിച്ച് താഴെ വരും. എന്തെങ്കിലും കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. ഒന്നുകിൽ നമ്മൾ മായയെ സേവിക്കണം, അല്ലെങ്കിൽ കൃഷ്ണനെ സേവിക്കണം. ഇതിൽ രണ്ടിലും ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്നുകിൽ കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് ഇരിക്കാൻ പറ്റൂല അത്രേ. ഒന്നുകിൽ താഴെ ഭൗതിക ലോകത്തിൽ വന്ന് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കണം മായയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്ത് പോയി ഭഗവാനെ സേവിക്കണം. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റുകയില്ല. പെർമനന്റ് അല്ല. അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വരും. അവിടെ നിന്നും തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോയാലും തിരിച്ചു വരേണ്ടി വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ പോയാൽ പോലും അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരും. പക്ഷെ ഇവിടെ നോക്കൂ, ആ സ്വർഗത്തിനേക്കാളും എന്താണ്, ഈവൻ ലിബറേഷൻ കിട്ടിയതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഇവിടെയുള്ള ആൾക്കാർ. എവിടെയുള്ള ആൾക്കാര്? ദ്വാരകയിലുള്ള ജനങ്ങൾ എന്നാണ് ആരെ കുറിച്ച് പറയുന്നത്? ഈ
സ്ത്രീ ജനങ്ങൾ പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഭഗവാൻ വന്നിട്ട് അവരെ നിത്യം കടാക്ഷിച്ചുകൊണ്ട് അവർക്ക് ദർശനമേകിക്കൊണ്ട് നിൽക്കുന്നു. ആ ഇമ്പോർട്ടൻസ് എന്താണ്? ദ്വാരകയും മധുരയും പിന്നെ വൃന്ദാവനവും ഒക്കെ എന്തുകൊണ്ടാണ് യശസ്കരമായിരിക്കുന്നത്? ദി പ്രസൻസ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി, അതായത് ഭഗവാന്റെ പ്രത്യക്ഷമായിട്ടുള്ള അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഭഗവാൻ പോയി കഴിയുമ്പോ ഭഗവാനെ കാണാൻ പറ്റാത്തത് കൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് വിരഹമാണ്. അവരെപ്പോഴും എവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു? ഭഗവാൻ ഉള്ളിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? കാരണം ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അവിടം എന്ന് അവിടെ, അതായത് ഈ ദ്വാരകയും മഥുരയും വൃന്ദാവനവും ഒക്കെ ഭഗവാൻ വന്നിട്ട് ഇവിടെ അവതരിച്ചത് കൊണ്ടും ഇവിടെ കീർത്തികൾ അല്ലെങ്കിൽ എന്താണ് പ്രവർത്തികൾ ചെയ്തുകൊണ്ടും ലീലകൾ ചെയ്തുകൊണ്ടും ഒക്കെ നിന്നതുകൊണ്ടാണ് ഇതെല്ലാം എന്താകുന്നത്? യശസ്കരമാകുന്നത്, സാധാരണ സ്ഥലങ്ങൾ പോലെ അല്ലാതെ ആകുന്നത്. അപ്പൊ നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഭൂലോക വൃന്ദാവനവും ആധ്യാത്മിക ലോകങ്ങളും അവിടെ ഭഗവാൻ വന്നിട്ട് ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അല്ലെ? എപ്പോഴും ഭഗവാൻ വന്നിട്ട് അവിടെ എന്ത് ചെയ്യുകയാണ്? അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. എറ്റേണലി അവിടെ ഭഗവാൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്, അവിടെ പോകാൻ ആഗ്രഹിക്കേണ്ടതാണ്. കാരണം ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ എവിടെയാണ് എറ്റേണലി നിലനിൽക്കുന്നത്? അവിടെ. എവിടെ? ഭൂലോക വൃന്ദാവനത്തിലും ആധ്യാത്മിക ലോകങ്ങളിലും വൈകുണ്ഠഗ്രഹങ്ങളിലും. അപ്പോ നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ഒരു ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള പിന്നെ എന്താണ് സ്വരൂപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ജീവാത്മാവ് എവിടെ പോകാനാണ് നാച്ചുറലി ആഗ്രഹിക്കേണ്ടത്? ആധ്യാത്മിക ലോകങ്ങളിലും വൈകുണ്ഠഗ്രഹങ്ങളിലും ദുഗോലോക വൃന്ദാവനത്തിലും പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കേണ്ടത്, അല്ലെ? അപ്പോ ഇതാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ ഹെവൻലി പ്ലാനറ്റ്സിൽ എന്തൊക്കെ തരത്തിലുള്ള പിന്നെ എന്താണ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും തിരിച്ചു വരേണ്ടി വരും. ഭഗവത്ഗീതയിൽ പറയുന്നു. ദ്വാരകയിലും ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇവിടെ ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ ജീവാത്മാക്കളും തിരികെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോൾ ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ ലോകത്ത് വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം നമുക്ക്. 28. നൂനം വ്രതസ്നാനഹുതാ ദിനേശ്വര സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിः പിബന്തി യഃ സഖി അധരാമൃതം മുഹുർവ്രജസ്ത്രിയ സമ്മുമുഹുർയദാശയാ. നൂനം വ്രതസ്നാനഹുതാ ദിനേശ്വര സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിः പിബന്തി യഃ സഖി അധരാമൃതം മുഹുർവ്രജസ്ത്രിയ സമ്മുമുഹുർയദാശയാ. ഇനി എന്താണ്? നമ്മളെ ഇപ്പോ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് മധുരവാസികള്, അല്ല സോറി, ഹസ്തിനപുരവാസികളായിട്ടുള്ള സ്ത്രീകൾ പറയുന്നു. എന്താണ് പറയുന്നത്? ഭഗവാന്റെ സ്ഥലത്തെക്കുറിച്ച്, വംശത്തെക്കുറിച്ച്, മഥുരയെക്കുറിച്ച്, ദ്വാരകയെക്കുറിച്ച്, ദ്വാരകയിലെ ജനങ്ങളെക്കുറിച്ച് ഇനി അവർ ആലോചിക്കുകയാണ്. ആ ജനങ്ങൾക്ക് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റിമേറ്റ് അസോസിയേറ്റ്സിന്റെ, അതായത് ഭഗവാന്റെ ഇന്റിമേറ്റ് അസോസിയേറ്റ്സിന്റെ ഭാഗ്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറയുന്നു. നൂനം വ്രത സ്നാന ഹുത ദിനേശ്വര സമർച്ചിതോ. നോക്കൂ, അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അഹോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ ഇവരുടെയൊക്കെ ഭാഗ്യത്തിനെ കുറിച്ച് എന്താണ് വർണ്ണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്. അങ്ങനെ ആണെങ്കിൽ ന്യൂനം, നിശ്ചയമായും ആരെന്ത് ചെയ്തിരിക്കും? വ്രതം അനുഷ്ഠിച്ചിരിക്കും. സ്നാനകർമ്മങ്ങളും അതായത് പുണ്യസ്നാനങ്ങളും ഒക്കെ ചെയ്തിരിക്കും. ഹുത,
അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ ചെയ്തിരിക്കാം, ആദി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും തീരണില്ല അല്ലെ? വ്രത സ്നാന ഹുത ആദി എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാം. എന്തിനു ചെയ്തിരിക്കാം? ഈശ്വര സമർച്ചിത, ഭഗവാനെ പരിപൂർണമായി ആരാധിച്ചിരിക്കാം. ഹി നിശ്ചയമായിട്ടും ആരാധിച്ചിരിക്കാം. ആര്? അസ്യ ഗൃഹീത പാണിഭിഹി, ആ പരമദിവ്യോത്തമ പുരുഷൻ വന്നിട്ട് ചില ആൾക്കാരെ ഗൃഹീത പാണിഭിഹി, എന്താണ്, കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? പത്നിമാരാക്കിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് അവരൊക്കെ, അത് മാത്രമല്ല, അവരെല്ലാം എന്താണ് ആസ്വദിക്കുന്നത്? അദ്ദേഹത്തോടുള്ള ഇന്റിമേറ്റ് പാസ് ടൈംസ് ആണ് എന്താണ് ആസ്വദിക്കുന്നത്. അത് മാത്രമല്ല, ആ വൃന്ദാവനത്തിലെ സ്ത്രീകളെ കുറിച്ചും ആലോചിച്ചു നോക്കൂ. വ്രജസ്ത്രീയ, നിത്യവും അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം ചെയ്ത വ്രജസ്ത്രീകളെ കുറിച്ചും ആലോചിച്ചു നോക്കൂ. അല്ലയോ സഖി, എത്ര അനുഗ്രഹീതരാണ് അവരെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നോക്കൂ ഹേ സ്നേഹിതരെ, അദ്ദേഹം പാണിഗ്രഹണം ചെയ്ത അദ്ദേഹത്തിന്റെ പത്നിമാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം കഠിനമായിട്ടുള്ള വ്രതങ്ങളും സ്നാനങ്ങളും യജ്ഞങ്ങളും പൂർണ്ണത നിറഞ്ഞ ആരാധനകളും പ്രപഞ്ചനാഥനായ ഭഗവാന് വേണ്ടി ചെയ്തിട്ടായിരിക്കണം അവർക്ക് ഭഗവാന്റെ ഈ അധരാമൃതം നിത്യമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കുന്നത്. വ്രജഭൂമിയിലെ കന്യകമാർ അത്തരം അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചാൽ തന്നെ ഫലവുരു അവർക്ക് ബോധക്ഷയമുണ്ടായേക്കാം. എന്താണ് അതിന്റെ അർത്ഥം? The damsels of Brajabhumi would often faint just by expecting such favors. ഇത് വളരെയധികം ഡീപ്പ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള പാസ് ടൈംസിനെ കുറിച്ച് ഒരു എന്താണ് തരുന്നത്? ഒരു ഫ്ലിക്കറിംഗ് ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ തരുന്ന ശ്ലോകമാണ്. നമ്മള് ഭഗവാനും ഗോപിമാരും തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ സ്നേഹ വിനിമയങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്വാരകയിലെ ക്വീൻസിനോടുള്ള സ്നേഹവിനിമയങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു സാധാരണ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധമോ അല്ലെങ്കിൽ സ്നേഹബന്ധമോ ആയിട്ട് കണ്ടൂടാ. കാരണം എന്താണ്? ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി, അന്തരംഗ ശക്തി. ഭഗവാന് 3 വിധത്തിലുള്ള അന്തരംഗ ശക്തികളുണ്ട്. ഹ്ലാദിനി, സന്ധിനി, സംവിത്ത്. 3 തരത്തിലുള്ള ഇന്റേണൽ പൊട്ടൻസി. നമുക്കറിയാം ഇന്റേണൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ യോഗമായ. നമ്മളെല്ലാം ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് നിലനിൽക്കുന്നത് മഹാമായ അല്ലെങ്കിൽ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയിലാണ്. പക്ഷെ ഭഗവാൻ വന്നിട്ട് ആ ആധ്യാത്മിക ലോകങ്ങളിലും പിന്നെ ഗോലോക വൃന്ദാവനം വൈകുണ്ഠ ഗ്രഹങ്ങളിലും എല്ലാം വന്നിട്ട് തന്റെ തന്റെ ലീലകൾ ചെയ്യുന്നത് ഏത് മായയുടെ അല്ലെങ്കിൽ ഏത് എനർജിയുടെ സഹായത്താലാണ്, അല്ലെങ്കിൽ ഏത് എനർജിയുടെ മാനിഫെസ്റ്റേഷനിലാണ്, പ്രകടമായ അവസ്ഥയിലാണ്? അന്തരംഗ ശക്തി എന്ന് പറയും. അന്തരംഗ ശക്തിക്ക് 3 വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഒന്ന് സംവിത്ത്, സന്ധിനി, ഹ്ലാദിനി. ഇതിൽ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഭഗവാന്റെ ഇന്റിമേറ്റ് പാസ് ടൈംസ്, മാധുര്യമായിട്ടുള്ള ലീലകളെ എന്ത് ചെയ്യുന്നതാണ്? മാനിഫെസ്റ്റ് ചെയ്യുന്ന ശക്തിയാണ് ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്. ആക്ച്വലി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം വന്നിട്ട് ഈ ഹ്ലാദിനി ശക്തി എന്താണ് തന്നിൽ നിന്നും വന്ന് വിസ്തരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയിരിക്കുന്നു. ഈ ഹ്ലാദിനി ശക്തിയുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. ശ്രീമതി രാധാറാണിയും ആ വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലെ വ്രജസ്ത്രീകളും ഭഗവാനോട് മാധുര്യകരമായ ലീലയിൽ ഏർപ്പെട്ടിരുന്ന വ്രജസ്ത്രീകളും ഹ്ലാദിനി ശക്തിയുടെ എക്സ്പാൻഷൻസ് ആണ്. അതേ ഹ്ലാദിനി ശക്തിയുടെ എക്സ്പാൻഷൻസ് ആണ് ദ്വാരകയിലെ ക്വീൻസും റാണിമാരും, അല്ലെ? 16,108 എന്ന് നിങ്ങൾ പറയും. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളല്ല, ഹ്ലാദിനി ശക്തിയുടെ എക്സ്പാൻഷൻസ് ആണ്, അല്ലെങ്കിൽ അന്തരംഗ ശക്തിയുടെ എക്സ്പാൻഷൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഈ ഒരു ലീലകളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അവര് വന്നിട്ട് നോക്കൂ, ഇതിനകത്ത് think of his wives whose hands he expected, how they must have undergone woe, bath, fire sacrifice and perfect worship of the Lord of the universe. ഇതെല്ലാം വന്നിട്ട് ചെയ്തതിന്റെ ഫലമായിരിക്കണം
നോക്കൂ, നമ്മൾ കഴിഞ്ഞ തവണ 2-3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒന്ന് എന്ന് പറയുന്നത് നിത്യസിദ്ധ, 2 എന്ന് പറയുന്നത് നിത്യബദ്ധ, 3 എന്ന് പറയുന്നത് സാധന സിദ്ധ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിൽ നിത്യസിദ്ധ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഭൗതിക ലോകത്തിൽ വരേണ്ട കാര്യമേ ഇല്ല. അവർ എറ്റേണലി ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇനി സാധനാ സിദ്ധ അല്ല, സോറി, നിത്യബദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ ഇവിടെ വർഷങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങളായിട്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജന്മങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ ഈ ഭൗതിക ലോകത്തില് മായയിൽ വന്നിട്ട് പല വിധത്തിലുള്ള പിന്നെ പല വിധത്തിലുള്ള ജീവനും സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരീരവും സ്വീകരിച്ചുകൊണ്ട് ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് തിരിച്ചു ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല? ശ്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണ് നിത്യബദ്ധർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മള് ഈ ഭക്തി പ്രോസസ് അല്ലെങ്കിൽ പിന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയുദ്ധ സേവനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി ഗുരുവും സാധുവും ശാസ്ത്രവും അല്ലെങ്കിൽ വൈഷ്ണവരും ഈ സ്ക്രിപ്റ്റേഴ്സും നമ്മുടെ സ്പിരിച്വൽ മാസ്റ്ററും സഹായിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് താല്പര്യമുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് അതിന്റെ ആ ഒരു എന്താണ് പെർഫെക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണത ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മളെ ആരെന്ന് വിളിക്കുന്നത്? സാധന സിദ്ധർ എന്ന് വിളിക്കുന്നത്. ഈ സാധന സിദ്ധരും എവിടെ പോകും? ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിലേക്കോ ഗോലോക വൃന്ദാവനത്തിലേക്കോ അവരുടെ ആ സാധനയുടെ പൂർണ്ണതയുടെ അനുസരിച്ച് അങ്ങോട്ട് പോകും. ഓക്കെ, സാധന സിദ്ധർ. അപ്പൊ ഇവിടെ ഈ സാധന സിദ്ധരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ആര് പറയുന്നത്? ഈ എന്താണ് ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ പറയുന്നത്. അവര് ഈ പ്രകാരം എത്ര സ്നാന വ്രത കുത്ത ഈ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈശ്വരന് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് സമർപ്പിതമായിട്ട് പരിപൂർണമായി ആരാധിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഈ തരത്തിലുള്ള പെർഫെക്ഷൻ കിട്ടിയത്. എന്ത് പെർഫെക്ഷൻ കിട്ടിയത്? ഭഗവാൻ അവരെ കൈപിടിച്ച് അവരുടെ അദ്ദേഹത്തിന്റെ പത്നിമാരാക്കിയതും ദിനം ദിനം അദ്ദേഹത്തിന്റെ മാധുര്യ ലീലകളിൽ വന്നിട്ട് ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചതും അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. രാധാറാണിയും ഗോപിമാരും ഭൗതിക ലോകത്തിലേക്ക് അവതരിക്കുന്നത് എന്തായിട്ടല്ല, സാധന സിദ്ധരായിട്ടല്ല. രാധാറാണിയും ഗോപിമാരും പെർട്ടിക്കുലർ ഗോപീസ്, അതായത് അവിടെ ലക്ഷക്കണക്കിന് ഗോപിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭൗമ വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിക്കുമ്പോൾ ഭഗവാൻ എവിടെ നിന്നാണോ വരുന്നത്, അതായത് ഗോലോക വൃന്ദാവനത്തിൽ നിന്നും അവതരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റേണൽ പൊട്ടൻസിയുടെ എക്സ്പാൻഷൻസ് ആയിട്ടുള്ള ആൾക്കാരും, അതായത് വ്യക്തികളും അല്ലെങ്കിൽ ജീവാത്മാക്കളും, അതായത് പിന്നെ അദ്ദേഹത്തിന്റെ എനർജിയുടെ മാനിഫെസ്റ്റേഷൻ, അവിടെ നിത്യസിദ്ധരായിരിക്കുന്ന ആൾക്കാരും അദ്ദേഹത്തോടൊപ്പം ലീലകൾ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ഭൗമ വൃന്ദാവനത്തിൽ വരും. നമ്മൾ കേട്ടു രാധാറാണി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഭൗമ വൃന്ദാവനത്തിൽ വൃഷഭാനു നന്ദിനിയായിട്ട്. അവരൊന്നും സാധനസിദ്ധരല്ല. അതായത് അവർക്ക് ഇവിടെ വന്ന് അവര് ജനിക്കുന്നത് ഭഗവാൻ വരുന്നത് പോലെ തന്നെയാണ്, സ്വേച്ഛപ്രകാരം. അതായത് ഭഗവാന്റെ ലീലകളില് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഗോലോക വൃന്ദാവനത്തിൽ നിന്നും തന്റെ പാരാഫ്രനേലിയ അല്ലെങ്കിൽ തന്റെ അസോസിയേറ്റ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ഭഗവാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. അവരൊന്നും ഇവിടെ വന്ന് അവതരിക്കുന്നത് നമ്മള് വന്നിട്ട് എന്താണ് ജീവാത്മാക്കൾ പുണ്യം ചെയ്ത് അവരായി മാറുന്നതല്ല. അവരെല്ലാം വന്നിട്ട് അവിടെ നിന്ന് ഭഗവാനോടൊപ്പം വരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത്രയും ലക്ഷക്കണക്കിന് ഗോപിമാരില് ചില ആൾക്കാര് അല്ലെങ്കിൽ മധുരയിലും വൃന്ദാവനത്തിലും ജീവിച്ചിരിക്കുന്ന ഭഗവാന്റെ പിന്നെ ക്വീൻസില് ചില ആൾക്കാര്, ക്വീൻസ് യൂഷ്വലി ക്വീൻസ് എന്ന് പറയുന്നത് 16,000 ആൾക്കാരെന്ന് പറയുന്നത് അവർ ഈ പ്രകാരം സാധനാസിദ്ധ അല്ലെങ്കിൽ എന്താണ് അവരുടെ പുണ്യം കൊണ്ട് ഭഗവാന്റെ ഭാര്യമാരായി മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തവരാണ്? പുണ്യം ചെയ്തവരാണ് അല്ലെങ്കിൽ സാധനാസിദ്ധരായവരാണ്. അവര് ആ ഒരു പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് വന്നതുകൊണ്ട് ഭഗവാൻ അവരെ തന്റെ പ്രകടമായ ലീലയിൽ സ്വീകരിച്ചിരിക്കുന്നവരാണ്. ഇനി തിരിച്ചെന്താണ് അവര് ചെയ്യുന്നത്? ആ പൂർണ്ണത എത്തിക്കഴിയുമ്പോ ഭഗവാൻ തിരിച്ചു പോകുമ്പോ ഇവരെയും കൂടി ഭഗവാൻ എവിടെ കൊണ്ടുപോകും? ഭൗതിക വൃന്ദാവനത്തിൽ നിന്നും ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. സാധനാസിദ്ധർ എന്ന് പറയും. നിത്യസിദ്ധരായിട്ടുള്ള ആൾക്കാർ ഭഗവാനോടൊപ്പം ഇവിടെ വന്നു
ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ അവരും തിരിച്ചു പോകും. രാധാറാണിയും മറ്റ് നിത്യസിദ്ധരായിട്ടുള്ള ഗോപിമാരും എല്ലാം ഇവിടെ ഭഗവാൻ അവതരിക്കുമ്പോൾ കൂടെ വരും. എങ്ങനെയാണോ ഭഗവാൻ വരുന്നത് അതേപോലെ സ്വേച്ഛാപ്രകാരം ഇവിടെ ലീലകൾ കഴിഞ്ഞിട്ട് അതെല്ലാം റാപ്പപ്പ് ചെയ്ത് ഭഗവാൻ തിരിച്ചു പോകുമ്പോൾ അവരും അതേപടി പോകും. രണ്ടു തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിത്യസിദ്ധർ. നിത്യസിദ്ധർ എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനോട് എന്നും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാര്. ഭഗവാൻ ഇവിടെ എങ്ങനെ വരുന്നോ അതേപോലെ തന്നെ അവരും ഇവിടെ വരും. ഭഗവാൻ തിരികെ എങ്ങനെ പോകുന്നുവോ തിരികെ സ്വധാമത്തിലേക്ക് ഭഗവാൻ പോകുന്നത് പോലെ അവരും പോകും. സാധനാസിദ്ധരായിട്ടുള്ള ആൾക്കാർ, അതായത് ഇവിടെ പറയുന്ന ചില ഗോപിമാരും ചില ഭഗവാന്റെ ചില പിന്നെ വൈഫ്സും ഒക്കെ എന്താണ് ചെയ്യുന്നത്? അവര് സാധനാസിദ്ധരാണ്. അവരുടെ പെർഫെക്ഷൻ സ്റ്റേജിലാണ് അവർ ഭഗവാന്റെ ഭക്തിമാരാകാനും അല്ലെങ്കിൽ ഭഗവാനോടൊപ്പം ഇന്റിമേറ്റ് പാസ് ടൈംസിൽ ഏർപ്പെടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അവര് ഏബിൾ ആകുന്നത് അല്ലെങ്കിൽ കഴിവുള്ളവരായി തീർന്നത്. എങ്ങനെ? ഈ പ്രകാരം ഈ എന്താണ് വ്രത, സ്നാന, ഹുത ആദി ഈ പ്രകാരം സമർച്ചിതരായിട്ട് ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടാവും. അവര് വന്നിട്ട് ഈ പ്രകാരം അവരുടെ ആ ഒരു പെർഫെക്ഷൻ സ്റ്റേജില് പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ ഭഗവാൻ അവരെ സ്വീകരിച്ചു. ഭഗവാൻ അവരെ ഇവിടെയും സ്വീകരിച്ചു. ഇനി ഭഗവാൻ തിരികെ പോകുമ്പോ ഇവരെ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. രണ്ടു തരത്തിലുള്ള ആൾക്കാർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നൂനം വ്രതസ്നാന. ആര് പറയുകയാണ്? അങ്ങനത്തെ ആ ഒരു ദ്വാരകയിലെ ക്വീൻസിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ എത്രത്തോളം ഭാഗ്യം ചെയ്തവരായിരിക്കും എന്ന് പറയും. ഇനി അടുത്ത ശ്ലോകം 29ാമത്തെ ശ്ലോകം. യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈദ്യ പ്രമുഖാൻ ഹി സുസ്മിനാ പ്രദ്യുമ്ന സാംബാംബ സുദാദയോ പരായശ്ചാഹൃതാ ഭൗമവധേ സഹസ്രശ. ഇനി ആ റാണിമാരിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ആര് പറയുകയാണ്? ചില സ്ത്രീജനങ്ങളെ ഭഗവാൻ വന്നിട്ട് 8 പ്രിൻസിപ്പൽ ക്വീൻസ് നമുക്കറിയാം അല്ലെ? രുക്മിണി ദേവി, പിന്നെ സത്യഭാമ, ഇങ്ങനെയുള്ള 8 പ്രിൻസിപ്പൽ ക്വീൻസിനെ കുറിച്ച് അവരൊന്നും കൂടെ ആലോചിക്കുകയാണ്. അവര് മൊത്തത്തിൽ ആൾക്കാരെ കുറിച്ച് ആലോചിച്ചു, അവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യവും ആലോചിച്ചു, വൃന്ദാവനത്തിലെ സ്ത്രീകളെ കുറിച്ചും മധുരയിലെ സ്ത്രീകളെ കുറിച്ചും മൊത്തത്തിൽ ആലോചിച്ചു, 16,000 ക്വീൻസിനെ കുറിച്ച് ആലോചിച്ചു. ഇനി ആ 8 പ്രിൻസിപ്പൽ ക്വീൻസിന്റെ ഭാഗ്യത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. ആര്? യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈദ്യ പ്രമുഖാൻ ഹി സുസ്മിനാ പ്രദ്യുമ്ന സാംബാംബ സുതാദയോ പരായശ്ചാഹൃതാ ഭൗമവധേ സഹസ്രശ. എന്താണ്? യാ ആരാണോ വീര്യശുൽക്കേന ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വന്തമാക്കിയ. ഈ ശുൽക്ക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? കരം കൊടുക്കുക അല്ലെങ്കിൽ അതിന് പിന്നെ പ്രതിഫലം കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീര്യശുൽക്ക എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് ഭഗവാന്റെ ആ ഒരു വീര്യത്തിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീരതയെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നേടിയെടുത്ത ഒരു ലേഡി. ആ ലേഡി ആരെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്? നോക്കൂ, നമുക്ക് ബാക്കി വായിച്ചു നോക്കാം ആരെ കുറിച്ചാണ് പറയുന്നത്. ഹൃത. ഹൃത എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കടത്തിക്കൊണ്ട് പോയ ആള്. ആരാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാകും. എങ്ങനെ? സ്വയംവരത്തിന്റെ സമയത്ത്. ആരോടുള്ള സ്വയംവരത്തിന്റെ സമയത്ത്? അവിടെ ഒരു സ്വയംവരം നടക്കുകയായിരുന്നു. യൂഷ്വലി അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ആരെയാണ് വരനായി തീരുമാനിച്ചത്? സ്വയംവരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരനെ തീരുമാനിക്കണം എന്നില്ല. ലേഡി എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഓൾറെഡി അവിടെ വരൻ ആരായിരിക്കും എന്നുള്ള കാര്യം ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്നു. ആരാണ്? ചൈദ്യപ്രമുഖാൻ. ചേതി രാജകുമാരനായിട്ടുള്ള ശിശുപാലൻ വന്നിട്ട് അവിടെ ഓൾറെഡി വന്നിട്ട് പ്രഡിക്റ്റഡ് ആയിരുന്നു, ഇന്ന ആള് ഈ ലേഡിയെ വിവാഹം കഴിക്കുമെന്ന്. സുഷ്മിന എന്താണ്? എല്ലാം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ചൈദ്യപ്രമുഖ, ചേതിരാജൻ ആരാണ്? ശിശുപാലൻ. ആളെ മനസ്സിലായി കാണൂല്ലേ നിങ്ങൾക്ക്? നമ്മുടെ രുക്മിയുടെ ഫ്രണ്ടാണ് ഈ ചേതിരാജൻ. വിദർഭയിലെ രാജകുമാരി രുക്മിണി, വിദർഭയിലെ രാജാവ്, അദ്ദേഹത്തിന്റെ പുത്രന്മാരിലെ പ്രമുഖനായിട്ടുള്ള രുക്മിയുടെ ഫ്രണ്ടാണ് ഈ ചേതി രാജ്യത്തിലെ ശിശുപാലൻ. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്?
ഒരു എന്താണ് സ്വയംവരത്തിലൂടെ ഈ രുക്മിണിയെ വരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ, അതായത് കല്യാണം ഇപ്പൊ നടക്കും. രാവിലെ എന്താണ് ഈ വധു വന്നിട്ട് ഉം ആം, കുലദേവതയെ വന്ദിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയിരിക്കുകയാണ്? ആ ഗൗരി, അതായത് പാർവതി ദേവിയാണ് അവരുടെ കുലദേവത, അവിടെ വന്ദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പ്രണാമം അർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും സുന്ദരിയായിട്ടുള്ള രുക്മിണി. അപ്പൊ ആ രുക്മിണി വന്നിട്ട് എന്ത് ചെയ്യും? ചേതിരാജനായ തന്നെ ശിശുപാലൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. സുന്ദരിയായ രുക്മിണി തന്റെ ഫ്രണ്ടിന്റെ സഹോദരി, ആ വരണമാല്യം തന്റെ കഴുത്തിൽ ചാർത്തി തന്നെ തന്നെ എന്ത് ചെയ്യും? സ്വീകരിക്കും എന്ന് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? എന്താണ്, കുറുക്കനല്ല, ചെന്നായ്ക്കളുടെ കൂട്ടത്തില് ഒരു സിംഹം വന്നിട്ട് തന്റെ തന്റെ സിംഹം, ചെന്നായ്ക്കളും സിംഹവും കൂടെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് പിന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ജയിക്കും? ചെന്നായ്ക്കൾ ജയിക്കുമോ അതോ സിംഹം ജയിക്കുമോ? സിംഹം ജയിക്കും. ചെന്നായ്ക്കളെക്കാൾ പവർഫുൾ സിംഹമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? രഥം കൊണ്ടുവന്നിട്ട് നിമിഷ നേരത്തിനുള്ളിൽ രുക്മിണിയെ രഥത്തിലേറ്റി കൊണ്ടുപോയി. അല്ലെ? ഇങ്ങനെയാണല്ലോ രുക്മിണി സ്വയംവരം നടക്കുന്നത്. അതാണ് വീര്യശുൽക്കേന. അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു? സുഷ്മിണ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആര്? പ്രമഥ്യ ചൈത്യ പ്രമുഖാൻ, ചേതിരാജനായ ശിശുപാലനെ പോലെയുള്ളവരെല്ലാം പുറകെ പോയി. രുക്മി ഉൾപ്പെടെ എല്ലാരും പുറകെ പോയി. എന്നിട്ട് യുദ്ധം നടന്നു. എന്ത് സംഭവിച്ചു? രുക്മിണി, നിന്റെ സൈന്യം, നീ പേടിക്കണ്ട, നിന്റെ സൈന്യം. ഭഗവാൻ വന്നിട്ട് കൈ പിടിച്ച് അകത്ത് കയറ്റി. എവിടെ? സ്വന്തം രഥത്തില്. എന്നിട്ട് ഓടിച്ചു പോകുമ്പോ രുക്മിണി ബാക്കിൽ നോക്കുമ്പോഴേക്കും ഈ ചേതിരാജൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജാക്കന്മാരെല്ലാം അവര് പറയുകയാണ്, ഒരു ശുനകൻ വന്നിട്ട് നമ്മുടെ ഭാഗം സ്വീകരിച്ചു കൊണ്ട് പോയ പോലെ പോവുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? ശുനകൻ. ഭഗവാനെയാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ സിംഹം തന്റെ എങ്ങനെയാണോ തന്റെ പാർട്ടിനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്, അതേപോലെയാണ് ഭഗവാൻ പോയത്. പക്ഷെ ഈ രാജാക്കന്മാരെല്ലാം ചിന്തിക്കുകയാണ്, ഈ എന്താണ് വൈശ്യകുലത്തിൽ പിറന്ന ആ ക്ഷത്രിയനെന്നു പറയാനും പറ്റൂല, എന്നാ നന്ദഗോപരുടെയും യശോദയുടെയും മകനായിട്ട് വളർന്ന അതാരാണ്? അവർക്ക് സ്വന്തം കുലം പോലെ അറിയാൻ മേലാത്ത ഒരുത്തനാണ് എന്നാണ് ഭഗവാനെ കുറിച്ച് അവർ പറയുന്നത്. ആ ശുനകനായിട്ടുള്ള അയാൾ വന്നിട്ട് നമ്മുടെ പാർട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഇവരൊക്കെ പുറകെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? പുറകെ പോയിട്ട് രുക്മിണി പേടിച്ചരണ്ടുപോയി. രുക്മിണി വിചാരിക്കുന്ന, ദൈവമേ, നല്ലൊരു ദിവസമായിട്ട്, അതായത് വിവാഹത്തിന്റെ ദിവസമായിട്ട് ഇങ്ങനെ ഈ രക്തചൊരിച്ചിൽ കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് രുക്മിണി പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിന്റെ സൈന്യം. നോക്കൂ, ഇത്ര സ്നേഹമസൃണമായിട്ടുള്ള ഭാഷയാണ് അത്. നോക്കി, നീ പേടിക്കണ്ട, എന്റെ സൈന്യം അവരെ എല്ലാം ശരിപ്പെടുത്തിക്കോളും എന്നല്ല പറയണത്. അപ്പോഴേക്കും ബലരാംജിയും മറ്റ് പിന്നെ ആൾക്കാരും ഈ ബ്രാഹ്മണന്റെ ദൂതും കൊണ്ട് വന്ന ബ്രാഹ്മണന്റെ വാക്കു അനുസരിച്ച് രാവിലെ ദ്വാരകയിൽ നിന്ന് ഒരാൾ പോയി എന്ന് ബലരാംജിക്ക് മനസ്സിലായപ്പോഴേക്കും ബലരാംജിക്ക് അറിയാം എവിടെയാണ് പോയതെന്ന്. ദാവുജി അവിടെ നിന്ന് ദ്വാരകയിലെ സൈന്യം മൊത്തം കൊണ്ടുവന്നു. രുക്മിണിയോട് പറയുകയാണ്, രുക്മിണി, നീ പേടിക്കേണ്ട, നിന്റെ സൈന്യം ഇവരെ എല്ലാവരെയും ശരിപ്പെടുത്തിക്കോളും. അതാണ് ഭഗവാൻ. ആരെങ്കിലും ഭഗവാന് സ്വയമായിട്ട് എന്ത് ചെയ്യുകയാണ്? സ്വയം വന്നിട്ട് ഭഗവാന് സമർപ്പിതരായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ വന്നിട്ട് അവർക്ക് സമർപ്പിതരായിട്ടിരിക്കും. എന്റെ സൈന്യമല്ല, എന്താണ് രുക്മിണി, നിന്റെ സൈന്യം എന്ന് പറയുന്നു. ഭയങ്കര മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു പാർട്ടില് ആചാര്യന്മാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ എന്താണ് പറയുന്നത്? നമ്മള് ആ ലേഡിയെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ച് പറയുന്നു? രുക്മിണി ദേവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരാണ് ഈ ലേഡീസിന്റെ പ്രത്യേകത? അതുകൊണ്ട് തീരുന്നില്ല. യാ വീര്യശുൽക്കേന ഹൃത സ്വയം വരെ പ്രമഥ്യ ചൈത്യ പ്രമുഖാൻ ഹി സുഷ്മിണ. അവർക്ക് ഭഗവാൻ വന്നിട്ട് മാരി ചെയ്യുക മാത്രമല്ല, അവര് 10 പുത്രന്മാരും ഒരു പുത്രിയും 16,108 ക്വീൻസിന് സെപ്പറേറ്റ് എന്താണ് പാലസസ് നാരദമുനി സ്വയം കണ്ണുകൊണ്ട് കാണുകയാണ്. എങ്ങനെയാണ് ഇവരെ കൃഷ്ണൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോ നാരദമുനി വിസിറ്റ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഭഗവാൻ പ്രസന്റ് ആണ്. നാരദമുനി ഒരേ സമയത്ത് പല സ്ഥലത്ത് വിസിറ്റ് ചെയ്തപ്പോഴും ഭഗവാൻ പ്രസന്റ് ആണ്. 16,108 ക്വീൻസിന്റെ കൂടെ ഭഗവാൻ എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം പാലിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്താണ്
പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്ത് സഭയിലേക്ക് പോകുന്നതും സ്വന്തം പത്നിമാരോടൊപ്പം വന്നിട്ട് ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ട് അവരോടൊപ്പം ചൂത് കളിക്കുന്നതും മറ്റേ ജാമ്പവതിയോടൊപ്പം ഫൈറ്റിൽ ഏർപ്പെടുന്നതും സത്യഭാമയോടൊപ്പം ചൂത് കളിക്കുന്നതും രുക്മിണിയോടൊപ്പം വന്നിട്ട് കുശലാന്വേഷണം ചെയ്യുന്നത്, ഇതെല്ലാം വന്നിട്ട് ഒരേ സമയത്ത് നാരദ മഹർഷി കാണുകയാണ്. 16,103 ക്വീൻസ്. അവർക്ക് അവരുടെ 10 പുത്രന്മാരും ഒരു പുത്രിയും ഈച്ച്. 16,108 ഇൻറ്റു 10 അല്ല 11. നോക്കൂ എത്ര പുത്രന്മാരുണ്ടാവും. ഭഗവാന്റെ വംശാവലിയിൽ എത്ര ആൾക്കാർ കാണുമെന്ന്. അതും സാധാരണ ആൾക്കാരൊന്നുമല്ല. ആ പുത്രന്മാരുടെ പേരാണ് നോക്കൂ: പ്രദ്യുമ്ന, സാംബ, അംബ, സുധാദയോ. പ്രദ്യുമ്നെ പോലെ, അനിരുദ്ധ പ്രദ്യുമ്ന പോലെയുള്ള വളരെ വീരന്മാരായിട്ടുള്ള പുത്രന്മാരാണ് അവരും, അതായത് രുക്മിണി ദേവിക്കും മറ്റ് ഭഗവാന്റെ ക്വീൻസിനെല്ലാം ഉള്ളത് എന്ന് പറയുകയാണ്. സോ അവരുടെ ഭാഗ്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ്. ഈ സ്ത്രീജനങ്ങളുടെ പുത്രന്മാർ പ്രദ്യുമ്നൻ, സാമ്പൻ, അമ്പൻ തുടങ്ങിയവരാകുന്നു. ശിശുപാലന്റെ നേതൃത്വത്തിലുള്ള അനേകം പ്രബലന്മാര രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം രുക്മിണി, സത്യഭാമ, ജാമ്പവതി തുടങ്ങിയവരെ ഭഗവാൻ സ്വയംവര സദസ്സിൽ നിന്നും ബലാത്കാരമായി കൂട്ടിക്കൊണ്ടുവന്നതാണ്. മറ്റുള്ള സ്ത്രീജനങ്ങളെ എല്ലാം ഭഗവാൻ ഭൗമാസുരനെയും അവന്റെ ആയിരക്കണക്കിന് അനുയായികളെയും വധിച്ച ശേഷം കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഈ സ്ത്രീജനങ്ങൾ എല്ലാവരും പ്രശസ്തരായിരുന്നു. എന്തുകൊണ്ട് പ്രശസ്തരായിരുന്നു? ഭഗവാന്റെ പത്നിമാരായതുകൊണ്ട് പ്രശസ്തരായിരുന്നു അല്ലേ? അപ്പൊ വിദർഭ രാജകുമാരി എങ്ങനെയാണ് ഭഗവാന്റെ പത്നിയായി മാറിയത് എന്നും 16,000 ക്വീൻസ് എങ്ങനെയാണ് ഉണ്ടായത് എന്നും ഇതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. ഭൗമാസുരന്റെ യുദ്ധത്തിൽ, നരകാസുരനുമായിട്ടുള്ള യുദ്ധത്തില് നരകാസുരൻ ബന്ധിതരായി വെച്ചിരിക്കുന്ന 16,000 പിന്നെ ലേഡീസ് ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴും അവർ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി തനിക്ക് ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരുന്നാൽ മതിയെന്ന് ഈ 16,000 ക്വീൻസും രാജകുമാരിമാരും തീരുമാനിച്ചു. സംരക്ഷിച്ച ആളെ സ്വയം വരം ചെയ്തു കഴിഞ്ഞു. ഭഗവാൻ ക്ഷത്രിയനായതുകൊണ്ട്, അതായത് ഭഗവാൻ വന്നിട്ട് ആ മധുരയില് അല്ലെങ്കിൽ ദ്വാരകയില് ഭഗവാൻ ക്ഷത്രിയന്റെ ധർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് ഭഗവാൻ അവരെല്ലാം സ്വീകരിച്ചു. പിന്നെ ഇത്രയും ക്വീൻസിനെ സ്വീകരിച്ചെങ്കിലും ഭഗവാൻ വന്നിട്ട് ആരോടും പക്ഷപാതം ഒന്നും കാണിച്ചിട്ടില്ല. എല്ലാ ക്വീൻസിനും 16,000 പാലസസ്, അതിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഒരേ സമയം എല്ലാവരോടും വന്നിട്ട് അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തിട്ട്, അതായത് സഭയിലേക്ക് പോകുമ്പോ ഭഗവാൻ ഒറ്റയാളും തിരികെ ഗൃഹത്തിലേക്ക് പോകുമ്പോ ഭഗവാൻ 16,000 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയെല്ലാം എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യുകയാണ്? ലീലകൾ ആടിക്കൊണ്ടിരുന്നത്. ഇത് നാരദമുനി ദർശിക്കുന്നതൊക്കെ നമുക്ക് പിന്നെ ആ 10th ക്യാൻഡോയില് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. രുക്മിണി ദേവിയുടെ ലവ് ലെറ്ററും കാര്യങ്ങളും എല്ലാം നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞത്? അവരുടെ ഭാഗ്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആര് പറയുന്നു? നമ്മുടെ പിന്നെ ഹസ്തിനപുരത്തിലെ സ്ത്രീകൾ പറയുകയാണ്. പ്രബലരായ രാജാക്കന്മാരുടെ അസാധാരണമാംവിധം സവിശേഷതയുള്ള പുത്രിമാർക്ക് സ്വമേധയ അവരുടെ വരനെ തിരഞ്ഞെടുക്കാൻ ഒരു തുറന്ന മത്സരവേദി അനുവദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ രാജകുമാരിമാരെയൊക്കെ ഭഗവാൻ വിവാഹം കഴിച്ചത് എന്ന് ഈ 8 രാജകുമാരിമാരെ ചിലരോട് ചിലരെ അപഹരിച്ചു കൊണ്ടുവന്നു, ചിലരെ ഫൈറ്റ് ചെയ്ത് പിന്നെ കൊണ്ടുവന്നു വീരശുൽക്കേന, ചിലരെ ചിലര് വന്നിട്ട് അവരുടെ ഓപ്പണൻസ് ഭഗവാന് തന്റെ പുത്രിമാരെ വിവാഹം കഴിച്ച് സ്വമേധയാ കൊടുത്തു. ചിലര് വന്നിട്ട് സത്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും 7ആണോ 8ആണോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുൾസ്, അതായത് കാളക്കൂറ്റന്മാരെ വന്നിട്ട് നേരിടണമെന്നായിരുന്നു. ആര് വന്നിട്ടും ആ കാളക്കൂറ്റന്മാരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ ഭഗവാനെ കണ്ടപ്പോഴേക്കും കാളക്കൂറ്റന്മാരെ മുട്ടുമടക്കി വിത്തൗട്ട് ഫൈറ്റ്. കാളക്കൂറ്റന്മാരെ മുട്ടുമടക്കിയത് കൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. സത്യയെ സ്വീകരിക്കാൻ ഭഗവാൻ വന്നിട്ട് സത്യയെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് 16,000 ഈ 8 ക്വീൻസിനെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മുടെ 10th ക്യാൻഡോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നീട് പോവാം. അപ്പൊ നമ്മളിപ്പോ എത്ര ശ്ലോകം പഠിച്ചു? 30ാമത്തെ ശ്ലോകം വരെ പഠിച്ചു. ഇനി നമുക്ക് ഒരു 3-4 ശ്ലോകങ്ങൾ, 36 ശ്ലോകങ്ങൾ വരെയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ.